സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ FTP സെർവർ ചെയ്ത അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ സെർവറും നമുക്ക് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഇത് FTP സെർവറായിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ ഞാൻ ആ സെർവറിൽ പോയിട്ട് FTP ആദ്യം തന്നെ ഓഫ് ചെയ്യാണ്. ദെൻ ഇമെയിൽ സർവീസസിനുള്ള ഇമെയിൽ സർവീസസ് ഞാൻ ഓൺ ചെയ്യുന്നു. സോ നമുക്കൊരു ഡൊമൈൻ നെയിം ഉണ്ടാവും എല്ലായ്പ്പോഴും. അപ്പോൾ നമ്മളത് gmail.com ആണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യാറ്. നമുക്കത് തന്നെ കൊടുക്കാം. ദെൻ സെറ്റ് കൊടുക്കുന്നു. യൂസർ, ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസേഴ്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ നോർമലി നമ്മൾ ജിമെയിലായാലും നമ്മളതിന് സൈനപ്പ് ചെയ്യുമ്പോൾ യൂസേഴ്സിന് നമ്മൾ ആഡ് ചെയ്യുമല്ലോ. നമ്മൾ സൈനപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ നമ്മൾ സെർവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യാണ്. നമ്മൾ ആ പ്രോട്ടോകോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സോഫ്റ്റ്വെയർസ് അങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടല്ല, ഈ സെർവർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ യൂസർ, നമ്മളിപ്പോൾ 2 സിസ്റ്റംസ് നമുക്ക് കൂടി ഉണ്ട്. ഇപ്പോൾ 2 സിസ്റ്റംസിന് വേണ്ടി 2 യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ യൂസർ 1 യൂസർ നെയിമും യൂസർ 1 പാസ്വേഡും കൊടുക്കുന്നു. ദെൻ ആഡ് ചെയ്യുന്നു. ദെൻ യൂസർ 2 ആഡ് ചെയ്തു. സോ 2 യൂസേഴ്സായി. ഇനിയിപ്പോൾ 2 യൂസേഴ്സിന് നമ്മൾ ക്ലയൻറ്റ് PC-യിൽ നിന്ന് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ മെയിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ സെർവറിലേക്ക് ആയി. ഇനിയിപ്പോൾ ഇത് ആർക്കുള്ളതാണെന്നുള്ളതാണ് നമ്മളിനി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ അറിയാം SMTP സർവീസും POP സർവീസും. ഇതിന് SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. മെയിൽ സെൻഡ് ചെയ്യാനായിട്ട് ഇതും, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോള് മെയിൽ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതാണ് 2 പ്രോട്ടോകോൾസ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് PC സെലക്ട് ചെയ്യുന്നു. അതിലിപ്പോൾ നമ്മൾ IP കോൺഫിഗറേഷൻ നോക്കി, കമാൻഡ് പ്രോംപ്റ്റ് നോക്കി, ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ട് ഫയൽ ട്രാൻസ്ഫറിന് നോക്കി നമ്മൾ ഇമെയിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇമെയിൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പേര് ഞാൻ കൊടുത്തത് അവിടെ യൂസർ 1 ആണ്. ഇമെയിൽ അഡ്രസ്സ് വരുമ്പോൾ user1@gmail.com എന്ന് വരും. അവിടെ നമ്മൾ ഇമെയിലിൻ്റെ സെർവർ കൊടുത്തത് അങ്ങനെയായിരുന്നല്ലോ. ഓക്കെ, ദെൻ സെർവറിൻ്റെ സെർവറിൻ്റെ IP അഡ്രസ്സ് നമ്മൾ ഇൻകമിങ് 10 ഇത് തന്നെയായിരിക്കും, ഔട്ട് ഗോയിങ് ഇത് തന്നെയായിരിക്കും. സോ ഇത്രയും കൊടുക്കുന്നു. ഇനി നമുക്ക് യൂസർ നെയിം യൂസർ 1 പാസ്വേഡ് യൂസർ 1 അതാണ് നമ്മളവിടെ കൊടുത്തത്. ഒരു ഫസ്റ്റത്തെ യൂസറിന് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായത്. യൂസറിൻ്റെ നെയിം കൊടുത്തു, അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തു, യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു, സേവ് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി സെക്കൻഡ് PC-ക്ക് അതുപോലെ തന്നെ നമ്മൾ കോൺഫിഗർ ചെയ്യുകയാണ്. സെക്കൻഡ് PC നമ്മൾ ഇതുപോലെ കൊടുക്കുമ്പോൾ ഇമെയിൽ യൂസർ 2@gmail.com 10.10.10.2 10.10.10.2 രണ്ടും സെയിം സെർവറിൽ നിന്ന് തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നു. ഒരാൾ അയക്കുകയാണെങ്കിൽ മറ്റേ റിസീവ് ചെയ്യുന്നു. അപ്പോൾ രണ്ടിനും വർക്ക് ചെയ്യുന്ന SMTP-യും POP-യാണ്. സെൻഡ് ചെയ്യാൻ SMTP, റിസീവ് ചെയ്യാൻ POP. സോ 1 PC-യിൽ നിന്നും സെൻഡ് ചെയ്യുമ്പോൾ SMTP വർക്ക് ചെയ്ത്, റിസീവ് ചെയ്യുന്ന ആളിൽ POP വർക്ക് ചെയ്യും. അങ്ങനെയാണ് വരാം. ഓക്കെ, സോ സെക്കൻഡ് PC-യുടെ യൂസർ 2 ഇതിലിപ്പോൾ ഇത്രയും കൊടുത്തു, നമ്മൾ സേവ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് PC-യിലേക്ക് ഒരു മെയിൽ അയക്കുകയാണ്. അപ്പോൾ ഇമെയിലിൻ്റെ ഇത് വന്നപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോവും. കമ്പോസ് ചെയ്യുന്നു. user1@gmail.com സബ്ജക്റ്റ് ടെസ്റ്റ് 1 സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെൻഡിങ് മെയിൽ ടു സെർവർ കൊടുത്തിട്ടുണ്ട് വിത്ത് സബ്ജക്റ്റ് സെൻഡ് സക്സസ് ആണ്. ഇനി കംപ്ലൈൻറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സക്സസ് ആവില്ല. സോ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇമെയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസീവ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ മെയിൽ വന്നിട്ടുണ്ട്. സോ ഇതെനിക്ക് റിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കമ്പോസ് ചെയ്യാം. അപ്പോൾ ഞാൻ കമ്പോസ് കൊടുത്തിട്ട്
യൂസർ 2 ആണ് അയക്കണം. ഇപ്പോൾ യൂസർ 1 നിൽക്കണേ. യൂസർ 2 ഞാൻ ടെസ്റ്റ് റിപ്ലൈ ചെയ്തൊന്ന് കൊടുക്കുകയാണ്. ടെസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കാം. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൻഡ് ചെയ്തു. സെൻഡ് സക്സസ് ആണ്. സെക്കൻഡ് PC ഞാൻ ഓപ്പൺ ആക്കുന്നു. ഇമെയിൽ റിസീവ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് റിസീവ്ഡ് ആ മെയിൽ നമുക്ക് അവൈലബിൾ ആവും. സോ ഇതാണ് SMTP ആൻഡ് POP. ഇപ്പോൾ നമുക്ക് നോർമലി ഇതൊരു സെർവർ വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു സെർവറും റൗട്ടേഴ്സ് കോൺഫിഗറേഷൻ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അത് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലായ്പ്പോഴും ഈ പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്ത് സിമുലേറ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു സെറ്റിങ്സ് റിയൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ അതിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കറ്റ് ട്രേസറൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്നത് വലിയ കമ്പനികളൊക്കെ ആദ്യം ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കിയിട്ടാണ് ശരിക്കുള്ള ഒരു റിയൽ ടൈം അല്ലെങ്കിൽ റിയൽ ലൈഫായിട്ടുള്ളൊരു സെറ്റപ്പിലേക്ക് വരാറ്. സോ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.